അപ്പൊ ഗായ്സ് നമ്മൾ ഭയങ്കര വെള്ളച്ചാട്ടാണ്. അമ്മ വിളിക്കുക, ഇവര് പറയാ നമ്മുടെ അടുത്ത് അയൽവക്കാരും കുടുംബമൊക്കെയാണ് ഇവിടുത്തെ എല്ലാവർക്കും. അപ്പോൾ ഗായ്സ് ഭയങ്കര മഴ ഗായ്സ് ഉണ്ട് ഇതുവരെ കേട്ടോ, ഭയങ്കര വെള്ളപ്പൊക്കം. അപ്പോൾ ഗായ്സ് വെരി ഫ്ലഡ് ആവാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ, ഫ്ലഡ് ആവാൻ. അപ്പോൾ എന്താണ് ഉടനെ ഇവിടെ എന്താണ് തിരച്ചിലും ഇതപ്പോൾ വെള്ളം വരുമ്പോൾ ഒരാൾ വരുമല്ലോ, രക്ഷീയ പ്രവർത്തകം എന്താ പ്രവർത്തകം ഉണ്ടല്ലോ അത്. ഈ പാടൊക്കെ നിങ്ങൾ കാണും, നമ്മുടെ ഒരു കുഞ്ഞു വടിയിട്ടാൽ പോലും അങ്ങനെ വേണ്ട ഒരു കുളമായിരുന്നു. അത്രയും വെള്ളം ഒരു കുഞ്ഞൊരു വടിയിട്ടാൽ മതി ഗായ്സ്. അതിന്റെ പകുതി വരെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ വടിയിട്ടാൽ മാത്രം അതിൻ്റെ ഉള്ളിൽ വരെ ഗായ്സ്. നിങ്ങൾ അതൊക്കെ കാണണം. നിങ്ങൾ വെരി ഫ്ലഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഗായ്സ്. സീ ഗായ്സ്, നിങ്ങൾ സേ ചെയ്യൂ ഗായ്സ്, നിങ്ങൾ സീ ചെയ്യൂ. ഇതാണ് ഈ പാടത്തിന്റെ അവസ്ഥ. ഭയങ്കരമായിട്ട് ഈ അറ്റത്ത് പിന്നെ ആ ഒരു വെള്ളത്തിന്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവൂലേ. നിങ്ങളുടെ അവിടെ നോക്കി നോക്കൂ. അമ്മ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് വഞ്ചിയിലൊക്കെ അപ്പൊ ഗായ്സ് നമ്മൾ എടി വഞ്ചിയിൽ പോണം. നമുക്ക് വഞ്ചിയിൽ ഉണ്ടല്ലോ കിങ്സ് വേൾഡ്, പിന്നെ നൈതുണ്ടായിരുന്നു ബ്ലോഗ്സ് ഉണ്ട്. നീ വേണ്ട പറയില്ല, എടുത്ത് നോക്കിയൊക്കെ അപ്പ കാണാം. എൺപത്തിനാല് പിന്നെ മറ്റൊരെണ്ണത്തിന് 33 മറ്റേ ചിൻസ് കൊണ്ട് എനിക്ക് 83 സബ്സ്ക്രൈബേഴ്സും പിന്നെ 34 സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഗായ്സ്. കണ്ടോ അപ്പം എൻ്റെ കാലം കുത്തി കയറിയാണ് ഗായ്സ്. സൈക്കിൾ എത്ര സൂം ചെയ്താലും അതിന്റെ അടിവാരം കാണാൻ പറ്റില്ല, അത്രയും വെള്ളം ഉണ്ട് കേട്ടോ. ഇന്റെ കാല് മുട്ട് വരെ ഇതായി. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഇപ്പോഴും അത്യാവശ്യം ചാറലുണ്ട്. ഈ വെള്ളമൊക്കെ നേരെ അതിൽ കൂടെ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെയും പിന്നെ മറ്റേ അപ്പോൾ നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, അത്രയും വെള്ളച്ചാട്ടമുണ്ട്. അപ്പം നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല ഗായ്സ്. അതുകൊണ്ട് നമ്മൾ നാളെ സ്കൂളിൽ പോകുന്നില്ല ഗായ്സ്. നമ്മൾ നാളെ സ്കൂളിൽ പോകണില്ല. ഭയങ്കര ഇവിടുന്ന് വെള്ളം ഇനി ഒരു മഴയും കൂടി പെയ്താൽ ഇവിടുത്തെ വെള്ളം പോയിട്ട് ആ സിമെന്റ് ഇട്ടുകൊണ്ട് ആയിക്കൂടെ കൊണ്ട് പോകും. പിന്നെ വണ്ടിയിൽ എന്തായാലും പോകാൻ പറ്റില്ല, വണ്ടിയിൽ പോയാൽ എല്ലാം കൂടി മറിഞ്ഞ് നിലത്തേക്ക് വരും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല നാളെ. എന്നാലും എനിക്ക് മഴയിൽ ലീവൊക്കെ തിരുമ്പിയാൽ ചോദിക്കും എന്തിനാണ് വെറുതെ മഴയിൽ ലീവ് തരുന്നത്. ഞങ്ങളുടെ മലപ്പുറത്തുണ്ടെങ്കിലും ഞങ്ങളുടെ അയലക്കാട്ടിൽ അത്ര വെള്ളം വരാറില്ല. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും അധികം വെള്ളം വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ഈ റെയിനി സീസണിൽ ലീവൊക്കെ തരുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാ ലീവ്, ഞങ്ങളുടെ ഇവിടെ ഒന്നും വെള്ളമില്ല, പിന്നെ ഞങ്ങളെന്തിനാ പോവാതിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഗായ്സ് ഒരു 10 ദിവസമെങ്കിലും ലീവ് എടുക്കുന്നത് കേട്ടോ. ഇത് ഗായ്സ് ഇതൊരിക്കലും നിൽക്കുന്നൊരവസ്ഥ ഞാൻ കാണുന്നില്ല. ഗായ്സ് ചൊറിയുന്നു ഗായ്സ്.
നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചൊറിയൽ സഹിച്ചിവിടെ ഇരിക്കുന്നത്. ഗായ്സ് വീട്ടിലൊക്കെ വെള്ളം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ സ്റ്റഡി ചെയ്ത് ട്രെയിൻ സീസണിൽ ലീവൊക്കെ ഇതിനായി ലീവ്. പക്ഷെ ചെറിയൊരു സന്തോഷം ഉണ്ടാവും എനിക്ക്. പക്ഷെ ലീവിനൊരു സന്തോഷം, പക്ഷെ ഇപ്പം എനിക്കൊരു സന്തോഷമില്ല. എന്താണ് ഇതൊക്കെ? അമ്മാന്റെ കാല്, അയ്യോ കാലുമ കുത്തി കയറി. ഇങ്ങനെ കാല് പണ്ടാവും. താകൃതാളം, നല്ല താകൃതാളം. അപ്പോൾ ഗായ്സ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാലല്ല, വളരെ ഒരു ദുരിതമാണ്. ബൈ, സീ യു.